ഇന്റർഫേസ് ഇങ്ങനെ ആയിരിക്കും. നമുക്ക് 40 രൂപ തന്നെ സൈനപ്പ് ബോണസായിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ നമ്മൾ മെയിനായിട്ട് ഏൺ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ടാസ്കും കാര്യങ്ങളുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് നമ്മൾ മെയിനായിട്ട് ഏൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡെയിലി ബോണസ് ഉണ്ട്. അതുപോലെ തന്നെ പ്ലേ ഗെയിം എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. നമ്മൾ ആ പ്ലേ ഗെയിമിലോട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. നിങ്ങൾ സ്റ്റാർട്ട് എന്ന ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് വേറെ ഗെയിം ഷോപ്പിൻ്റെ ഒരു വെബ്സൈറ്റിലോട്ട് പോകും. ഇവിടുന്ന് നമുക്ക് 2 ഗെയിംസ് ചൂസ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ 2 ഗെയിംസ് ഇഷ്ടമുള്ള ജസ്റ്റ് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും ഗെയിം ഷോപ്പിൻ്റെ സൈറ്റിലോട്ട് പോകുന്നതായിരിക്കും. അവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരം അതിനകത്ത് കയറി ടൈം സ്പെൻഡ് ചെയ്യുക. അതിനകത്ത് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ റിവാർഡ് കിട്ടുന്നതായിരിക്കും. 2 രൂപ നമുക്ക് കോയിൻസായിട്ടല്ല കിട്ടുന്നത്, ക്യാഷായിട്ട് തന്നെ കിട്ടുന്നത്. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് അതിനകത്ത് കയറി കുറേ ഗെയിംസൊക്കെ ഇട്ട് കളിക്കാണ്ടിരിക്കാം. അപ്പോൾ എനിക്ക് ആ 2 രൂപ ക്ലെയിം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെയിലി ബോണസ് ഞാനിപ്പോൾ ക്ലെയിം ചെയ്യുന്നതായിരിക്കും. ഞാൻ ഡെയിലി ബോണസും ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 2 രൂപയും വോൾട്ടോട്ട് ആയിട്ടുണ്ട്. പിന്നെ 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പ്ലേ ഗെയിം എന്ന് പറഞ്ഞാൽ പക്ഷേ വീണ്ടും നമുക്ക് എനേബിളായിട്ട് വരുന്നതായിരിക്കും. പിന്നീട് നോക്കുകയാണെങ്കിൽ ഓരോ ടാസ്കും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് 35 രൂപ കിട്ടും. നമുക്ക് 20 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. വിഡ്രോയുടെ കാര്യം പറയുകയാണെങ്കിൽ 300 രൂപയാണ് മിനിമം വിഡ്രോ.